കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഏകദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രോഹിത്താണ്. നമസ്കാരം ചേട്ടാ. ചേട്ടാ, ഇന്ന് ഏകദേശം എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പൊതുവെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തില്? സ്ഥാനാർത്ഥികളെ കിട്ടാതെ അവസാനം പ്രഖ്യാപിച്ച പാർട്ടി ഏതാ? CPM ഇതുവരെ 1-2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഉടനെ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അവർ OLX-ലൊക്കെ തപ്പുന്നുണ്ടെന്നാണ് കേട്ടോ. OLX നോക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുണ്ടോ എന്ന്. ഈ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശിവപ്രസാദ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അലോഷി സേവ്യറിന് നമ്മുടെ KSU സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് കൊടുക്കാത്തതിനെ പറ്റി അലോഷിയെ ട്രോളിക്കും. നോക്കൂ, KSU എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് കേരളത്തിലെ UDF വേണ്ടി മത്സരിക്കുന്ന 140 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേരുകളൊക്കെ KSU എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ്, UDF എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ SFI പ്രദാനം ചെയ്തുകൊണ്ട് പല ആളുകളും മത്സരിച്ചുവെങ്കിലും ഇത്തവണ SFI പ്രദാനം ചെയ്തുകൊണ്ട് എത്ര പേർ ഇടതുപക്ഷത്തിന്റെ പട്ടികയിലുണ്ട് എന്ന് ശിവപ്രസാദ് ഒന്ന് നോക്കണമായിരുന്നു. ശരിയല്ലേ രാഹുലെ? SFIയിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു സീറ്റ് പോലും കൊടുക്കാത്ത LDF CPM അവരാണ് വന്നിരുന്നുകൊണ്ട് ഇവിടെ KSUവിൽ സീറ്റ് കൊടുത്ത UDFനെ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത് എന്നുള്ളത് വളരെ വിരോധാഭാസകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ യുവാക്കൾക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രനിലേക്കൊക്കെ വരാം. അത് വിട്ട് ഇന്ന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, സിനിമാ മന്ത്രിയൊക്കെ ആയിരിക്കുന്ന, വിഷലിസ്റ്റ് മന്ത്രിയൊക്കെ ആയിരിക്കുന്ന ചെങ്ങന്നൂരിന്റെ കൺകണ്ട ദൈവം സജി ചെറിയാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പിരിച്ചുവിടണം. സജി ചെറിയാന്റെ പാർട്ടിയായ CPM-ൽ നിന്ന് ആളുകളൊക്കെ സ്വയമേ അങ്ങ് പിരിഞ്ഞുപോയി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മരുമോൻ സ്പോർട്സ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു. ഈ കോൺഗ്രസ് ഇവർ പ്രതീക്ഷിച്ചത് വലിയ അടി നടക്കും. സുധാകരൻ പാർട്ടി വിട്ടുപോകും, കുന്നപ്പള്ളി പാർട്ടി വിട്ടുപോകും, അങ്ങനെ ഒരുപാട് പേരെ പാർട്ടി വിട്ടു പോകാൻ വേണ്ടി ഇരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ആരും പോയിട്ടില്ല. എല്ലാവരും കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു, UDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സജി ചെറിയാനിൽ ഇറങ്ങിയതാണ്. കോൺഗ്രസ് ഒക്കെ പിരിച്ചുവിടണം. CPM തനിയെ പിരിച്ചു വെക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് കോൺഗ്രസ് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും CPM വളരെയധികം ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3ാം പിണറായി ഭരണം ഉണ്ടാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനൊരു സാധ്യതയുണ്ടോ? രാഹുലെ, അവരുടെ കയ്യിലിരിക്കുന്ന 98 സീറ്റുകൾ, അവരുടെ കയ്യിലിരിക്കുന്ന 98 സീറ്റുകളിലും അവര് സ്ഥാനാർത്ഥികളെ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ആകെ മാറ്റിയത് വൈപ്പിൽ MLA ആയിരുന്ന KM കൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്കും, മട്ടന്നൂർ MLA ആയിരുന്ന KK ശൈലജയെ പേരാവൂരേക്കും മാറ്റി അവിടെ പുതിയ ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ അവർ ജയിച്ച മണ്ഡലങ്ങളിലെ എല്ലാ LDF-ന്റെ അതിൽ തന്നെ CPM-ന്റെ മണ്ഡലങ്ങളിലല്ല, ഘടകകക്ഷികളുടെയൊക്കെ CPI-യിൽ മാത്രമാണ് മാറ്റമുള്ളത്. ബാക്കി എല്ലായിടത്തും അതൊക്കെ തന്നെ അവരെ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുക. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ 98 MLA-മാര് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ 98 MLA-മാരിൽ CPI കുറെ പേര് മാറി നിൽക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ CPM-ന്റെ MLA-മാരൊക്കെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെല്ലാം ജയിച്ചു വന്നോളും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും MLA-മാരോട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു അടുപ്പവും ഒരു പ്രതിബദ്ധതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് CPM എങ്ങും തയ്യാറെടുത്തിട്ടില്ല. മുകേഷിനെ പോലെ, ഷംസീറിനെ പോലെ കുറച്ചുപേരെയൊക്കെ മാത്രമാണ് മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാലായിരായനെ പോലുള്ളവർക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ ഷംസീറിനെ പോലുള്ളവരെ ബലി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നത് മാത്രമല്ല, ഷംസീറിനെ ഇനി വളർത്തിക്കൊണ്ട് വന്നാൽ അത് മുഹമ്മദ് റിയാസിന് ഒരു വെല്ലുവിളിയാകുമെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഇപ്പോ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമുണ്ട്. കൊട്ടാരക്കര പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ KN ബാലഗോപാലൊക്കെ പരാജയപ്പെടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊക്കെ പരാജയപ്പെട്ടാലും ഒരു 70-71 സീറ്റ് പിടിച്ച്
അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമെന്ന് ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുതായി കാണാൻ കഴിയില്ല. ഇനി രാഹുൽ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. യുവാക്കളെ പരിഗണിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അല്പസ്വല്പം എഴുന്നേറ്റ് നടക്കാനും ആരോഗ്യത്തോടെ ചിന്തിക്കാനും ആരോഗ്യത്തോടെ പെരുമാറാനും പറ്റുന്ന ആളുകളൊക്കെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഘടകകക്ഷികളോട് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം അവര് തിരിച്ചു ചോദിക്കും, 80 വയസ്സുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കൊണ്ട് അമേരിക്കയിൽ ചികിത്സിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ നിങ്ങളുടെ നേതാവ് എന്ന് തിരിച്ച് ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവാതിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്? ഇന്നിപ്പോ നമ്മൾ കുറെ റീലുകളൊക്കെ കാണുന്നുണ്ട്. കുറെ SFI സഖാക്കന്മാർ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ടൊക്കെ പോകുന്ന കുറെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുകയാണ്. ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ. അദ്ദേഹം ഒരു ഓപ്പൺ ജിപ്പിലൊക്കെ കയറിയിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ കെട്ടിവെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി തന്നെ നരേന്ദ്രമോദി സ്റ്റൈലിലാണ് റോഡ് ഷോ നടത്തിയത്. വാഹനത്തിന്റെ മുന്നിൽ ലൈറ്റൊക്കെ വെച്ചിരുന്ന് നരേന്ദ്രമോദി എന്താണോ എങ്ങനെയാണോ ഈ റോഡ് ഷോകൾക്കൊക്കെ പോകുന്നത് അതേ തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഷോയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. എന്തുതന്നെയായാലും ഇടതുപക്ഷത്തിന് ആ ഒരു ആത്മവിശ്വാസമുണ്ട് അവർ തിരിച്ച് അധികാരത്തിലേക്ക് വരുമെന്നുള്ളത്. UDF-നുണ്ട്. UDF-ന്റെ രണ്ടാം പട്ടിക പുറത്തു വന്നതോടുകൂടി UDF ക്യാമ്പ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കാണ് രണ്ടാം പട്ടികയിൽ സീറ്റിലാണ്. ഇപ്പം മുഹമ്മദ് ഷിയാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അതിൽ ജോസഫ് വാഴക്കനെ പോലെയൊക്കെയുള്ള ആളുകൾ തഴയപ്പെട്ടു എന്നുള്ളതിൽ അതിയായ സങ്കടമുണ്ടെങ്കിൽ പോലും പുതിയ ആളുകൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഈ രണ്ടാം ലിസ്റ്റിൽ കടന്നുകൂടാൻ സാധിച്ചു. KM അഭിജിത്തിനെ പോലെയുള്ളവർക്കൊക്കെ സീറ്റ് ലഭിക്കുന്നു, സന്ധ്യമാർക്കൊക്കെ സീറ്റ് ലഭിക്കുന്ന സാഹചര്യം അത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ നാട് മുഴുവൻ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഒരു വിരുദ്ധ വികാരത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരുന്നാൽ UDF-ന്റെ വിജയം അത്ര സുരക്ഷിതമൊന്നുമല്ല. മാത്രമല്ല BJP പല മണ്ഡലങ്ങളിലും വലിയ ശക്തിയാകുന്നുണ്ട്. തീരുമാനങ്ങളിലേക്ക് ഈ BJP ശക്തമാവുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാവുമോ? BJP ശക്തമാവുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമൊന്നും അല്ലല്ലോ, അത് ഇടതുപക്ഷത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. മാത്രമല്ല BJP-കളെ NDA സഖ്യത്തിലേക്ക് ഒരു 2020 എടുത്തോടുകൂടി 20 സീറ്റാണ് 2020 കൊടുത്തത്. 2020 സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാബുൽ ജേക്കബ് ഇത് കഴിഞ്ഞിട്ട് എന്തോ സിനിമ പിടിക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള ആളുകളൊക്കെ ഇപ്പോഴേ ആദ്യമേ കാസ്റ്റ് ചെയ്ത് പൈസ കൊടുത്ത് ഇറക്കിയതായിട്ടാണ് തോന്നുന്നത്. അഖിൽ ബാരാരെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് 1-2 പേരായിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഈ എന്തെങ്കിലും ഈ വന്നിരുന്ന് വിടുവായത്തരം പറയുന്നത് പോലെ അല്ലല്ലോ. സ്ഥാനാർത്ഥികളെ വെക്കുമ്പോ ബേസിക് ആയിട്ട് ആദ്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും അറിയാവുന്ന ആളുകൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ. അതില്ലാതുള്ളൂ. എനിക്ക് അഖിൽ മാരാർക്ക് ഇത് കൃത്യമായി അറിയാം. അഖിൽ മാരാർക്ക് 2020 നേതൃത്വം ഏൽപ്പിച്ച കുറച്ചുകൂടി വൃത്തിയായിട്ട് അഖിൽ ചെയ്യുമായിരിക്കുന്നതാണ് തോന്നുന്നത്. അയാൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. സാബുൽ ജേക്കബ് അതിരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിനെ സിനിമയില് ആ സിനിമകളും ഉണ്ടാവുമല്ലോ, മമ്മൂട്ടി മറ്റേ സൂട്ടും പൊട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന ആ സിനിമ. കോടീശ്വരനായ ശങ്കർദാസ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലൊക്കെ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിന് ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്ന തൃപ്പൂണിത്തുറയിലൊക്കെ അഞ്ജലി നായരെ പോലെ സിനിമ നടിയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വെറും തമാശയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ശങ്കർദാസിനെ പറ്റി ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പുറത്ത് 10 പേര് വരുമ്പോ എല്ലാവർക്കും 1000 രൂപ വെച്ച് കൊടുത്തേക്കാൻ പറയുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ രാഹുൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ്. രാഹുൽ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ, രാഹുൽ അന്വേഷിക്കും. അതെല്ലാം ഒന്ന് രാഹുൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാതെ രാഹുൽ ഒന്ന് കളത്തിലിറങ്ങി അന്വേഷിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞ അതല്ല പത്രസമ്മേളനങ്ങളിലൊക്കെ ശങ്കർദാസിനെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്ന ചില കാര്യങ്ങളാണല്ലോ. അതെ, എന്റെ ഫിഗർ ഞാൻ ആര് പറഞ്ഞു പ്രൊഡ്യൂസർ ഇരിക്കുന്നതോട്ട് ഫ്രെയിം വെക്കാൻ എന്ന് പറയുന്ന സംവിധാനമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ VD ജയസ്. അപ്പോ 100 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു. BJPക്ക് 10 സ്ഥലങ്ങളിൽ BJP പ്രതീക്ഷ വെച്ച് പുറത്തുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അതൊക്കെ വലിയ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ കാരണമാണ്. ഇപ്പൊ തൃപ്പൂണിത്തുറയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അവിടെ BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ദീപക് ജോയിയും KN ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് നടക്കുകയാണ്. അവിടെ BJPയിൽ നിന്ന് പോകുന്ന വോട്ടുകൾ അത് KN ഉണ്ണികൃഷ്ണനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോ UDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു സിറ്റിംഗ് സീറ്റ് അത് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. ഇപ്പോ ദീപക് ജോയി
കൊച്ചി മുൻ കോർപ്പറേഷനിലെ കൗൺസിലറാണ് അദ്ദേഹം. കൊച്ചി കോർപ്പറേഷന്റെ ഉപാധ്യക്ഷനാണ്. കഴിഞ്ഞ തവണ വൈപ്പിനിൽ കെ എൻ ഉണ്ണികൃഷ്ണനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പോ കെ എൻ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കെ എൻ ഉണ്ണികൃഷ്ണൻ കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന സമയത്ത് നടത്തിയ സജീവ പ്രവർത്തനങ്ങളൊക്കെ ഈ ഹൈന്ദവ BJP വോട്ടുകൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥിതിക്ക് അത് കെ എൻ ഉണ്ണികൃഷ്ണനിലേക്ക് പോകും. അപ്പോ അത് ഇടതുപക്ഷത്തിനും പ്രയോജനം ചെയ്യുകയും ചെയ്യും. അതുപോലെ ചില മണ്ഡലങ്ങളിൽ ഉപദ്രവമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാൻ അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിച്ചത്. UDFന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്ന ജില്ലകളിൽ പ്രധാനമായ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. എറണാകുളത്ത് ഒരുപക്ഷെ തൃപ്പൂണിത്തുറ പോലെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാനും കൊച്ചി പോലെ ഷിയാസ് മത്സരിക്കുന്ന ഒരു സീറ്റ് തിരികെ പിടിക്കാനുമുള്ള സാധ്യത എറണാകുളത്തുണ്ട്. ആലുവയിലും അന്വസാദത്തിന്റെ കാര്യങ്ങളൊക്കെ അത്ര സേഫ് ഒന്നുമല്ല. അന്വസാദത്തിനെതിരെയും ആളുകൾ സംസാരിക്കുന്നത്. എന്തായാലും ഒരു വിശകലനം നമുക്കാകാം. ഓരോ മണ്ഡലങ്ങളിലെ വിശകലനങ്ങളിലേക്കൊക്കെ പോകാനുള്ള സമയമായി. നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു വിശദമായ വിശകലനത്തിലേക്കൊക്കെ പോകാനാകും. താങ്ക് യു. ഓക്കെ.